കർത്താവാണ് എൻ്റെ, എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. പ്രൈസ് ലോർഡ്. ആ വിശ്വാസത്തോടു കൂടെ നമുക്ക് മുന്നേറണം. പ്രത്യേകിച്ച് ഗാഗുൽത്തായിലെ ഓരോ വെള്ളിയാഴ്ചകളും നമ്മൾ കടന്നു വരുമ്പോൾ, ഓരോ വ്യത്യസ്തമായ നിയോഗങ്ങളെ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ മാനിക്കും, എന്നെയല്ല എൻ്റെ കുടുംബത്തെ മാനിക്കും, ഈ സമൂഹത്തെ മാനിക്കും. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഉച്ചത് പറഞ്ഞ ഹല്ലേലൂയ. സർവശക്തി പറഞ്ഞ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം പോയി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വളരെ വേദനയോടെ ആയിരിക്കുക. ആ സഹോദരൻ വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. ആ കാശ് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ ചെലാൻ, അതിൻ്റെ റെസീറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി അടുത്ത പൈസ ഞങ്ങൾക്ക് അയച്ചു തരും. പക്ഷേ ഈ പൈസ ബാങ്കുകാർ സ്വീകരിക്കുന്നില്ല. അവർക്ക് പല ഈ വർഷാവസാനത്തിൻ്റെ കണക്കുകളതുകൊണ്ട് ഈ പൈസ സ്വീകരിക്കുന്നില്ല. പക്ഷെ സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ദിവ്യകാരണത്തിന് മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദര, ആദ്യം ആൾ പറയുന്നത് ആളെ കമ്പനിയുടെ മാനേജരും വേറൊരു ജോലിക്കാരനെയും ആ ബാങ്ക് മാനേജറിൻ്റെ മുന്നിൽ നിർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ കാശ് സ്വീകരിച്ചിട്ട് ബാങ്ക് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. കാരണം ഇന്ന് തന്നെ പൈസ കൊടുക്കും ചെയ്യണം. ഞാൻ പറഞ്ഞു, സഹോദര, താങ്കൾ അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണയിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക. ഹല്ലേലൂയ. ബാങ്ക് മാനേജറുടെ അടുത്ത് സംസാരിച്ച വാക്കുകൾ, ദേഷ്യപ്പെടലുകൾ, ഉള്ളിലുള്ള ബിസിനസ്സുകാരനാണ്. പക്ഷെ ചില സമയത്ത് ബിസിനസ്സുകാരനായി നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എത്തും. അപ്പം അങ്ങനെ പറഞ്ഞു പോയ മേഖലയെക്കുറിച്ച് അവിടെ മുട്ടുമുടക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഏകദേശം 4:45 കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, അയാൾ കേണപേക്ഷിച്ചു, കർത്താവെ തെറ്റുപറ്റിപ്പോയി. അപ്പോൾ തന്നെ അടുത്തൊരു മെസ്സേജ് പറയുകയാണ്, നല്ലൊരു ഗുഡ് ന്യൂസ് താങ്കൾക്ക് ഈ 15 മിനിറ്റുള്ളിൽ കർത്താവ് തരാൻ പോവുക. ഒന്ന് കൈയടിച്ച് ബന്ധപ്പെടുത്തിയേ. അതായത് നമ്മുടെ ശക്തിയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകരുത്. മറിച്ച് ഞാൻ ബലഹീനനാണ്, എനിക്കൊരുപാട് കുറവുകൾ എനിക്കുണ്ട്, ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട്, കോപിക്കുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ മറ്റു ഒരുപാട് സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാ പറയുക, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ കർത്താവിന് മുമ്പിൽ ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ സ്തുതിക്കുമ്പോൾ, എൻ്റെ എന്ത് നിയോഗങ്ങളാണെങ്കിലും ശരി, ഏത് നിയോഗങ്ങളാണെങ്കിലും ശരി, ആ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടും. എൻ്റെ ദൈവങ്ങളെ, 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മൊബൈലിലേക്ക്, 3 ദിവസത്തെ മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, ആ വ്യക്തിയുടെ മൊബൈലിലേക്ക് ബാങ്ക് മാനേജർ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, നിങ്ങളുടെ കമ്പനിയുടെ മാനേജറിൽ നിന്നും നിങ്ങൾ പറഞ്ഞ തുക ഞങ്ങൾ സ്വീകരിച്ചു. കൈയടിച്ച് ചെയ്തപ്പോഴത്തോട് ആള് പറയാം, ഇത് ഞാൻ അവിടെ പോയി ബാങ്കിൽ പോയി ചൂടാവുന്നതിന് പകരം ഇത് ഞാൻ മുന്നേ ചെയ്തിരുന്നെങ്കിൽ. നിങ്ങൾക്ക് പലപ്പോഴും എന്നാ പറയാ, എൻ്റെ വാക്ക് കൈകൊണ്ട് പോയി, അങ്ങനെ പോകരുത്. നമുക്ക് എല്ലാ തരത്തിലും ഇനി എവിടെയും ഒരു രക്ഷയില്ല എന്ന് വരുമ്പോൾ രക്ഷ തരുന്നവൻ്റെ അടുത്തേക്ക് വരിക. കൈയടിച്ച് കൊടുത്തേക്കുക. ഈ ഗാഗുൽത്തായിൽ നിങ്ങൾ ഇല്ലേ ഇത്രയും പേരോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ നിയോഗങ്ങൾ ഇല്ലേ, എൻ്റെ എല്ലാ ചലനങ്ങളും, ഞാൻ വാ തുറക്കുമ്പോൾ എന്താ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം വീക്ഷിക്കുന്ന, സ്വർഗത്തിൽ നിന്നും കാണുന്ന എൻ്റെ ദൈവത്തിന് മുന്നിലാണ് ഞാൻ അവിടെ വന്നില്ല. ഹല്ലേലൂയ. ഇപ്പോൾ കുറച്ച് പേർക്ക് താഴെ ഇരിക്കുന്ന സമയത്ത് മുട്ട് ഭയങ്കര പെയിനൊക്കെ ഉണ്ടായിരിക്കും. ഈ അച്ഛൻ പിടിച്ച് കസാരയ്ക്ക് മാറ്റി ഞങ്ങൾ താഴെ കൊണ്ട് ഇരുത്തി, എങ്ങനെ ഞാൻ ഇരിക്കണേന്ന്. പക്ഷെ അച്ഛൻ നിങ്ങളെ ഇരുത്തിയപ്പോൾ കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഇല്ലേ, ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡ് ഉണ്ട്, പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ നമ്മൾ കസേരകളുടെ പിന്നാലെ പോവുക. ഒന്ന് കൈയടിച്ച് ബന്ധപ്പെടുത്തിയ ഹല്ലേലൂയ.
ഒരു കാലഘട്ടം കുടുംബപ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമ്മൾ കസാരകളെ പിന്നാലെ പോവുകയാണ്. ഈ വയസ്സന്മാരെ പോലെ നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ബെന്നിച്ചൻ നിങ്ങളടുത്ത് പറഞ്ഞു താഴെ ഇരിക്കാൻ പറഞ്ഞു. ആ ഒരൊറ്റ അനുസരണം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ കർത്താവ് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തുകയാണ്.